ദിവസങ്ങൾ വലിയ അനുഭവം ഉണ്ടായി. സ്വീഡനിൽ വെച്ച് ഒരു പൈശാചിക ബാധയുള്ള ഒരു മകളെ കൊണ്ട്, പൊസസ്ഡ് കേസിനെ കൊണ്ട് അവിടുത്തെ അച്ഛന്മാരെൻ്റെ അടുത്ത് കൊണ്ടുവന്നു. വലിയ പൈശാചിക ബന്ധനമാണ്. ഇവളങ്ങ് നിലത്തോട്ട് കൊണ്ട് ഭയങ്കര കാണിച്ച് നാക്കൊക്കെ പുറത്തിട്ട് ഭയങ്കര ഈവിൾ സ്പിരിറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു നമ്മുടെ അണക്കരയിൽ ശുശ്രൂഷയിൽ സഹായിച്ചിരുന്നൊരു പയ്യൻ, അവന് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. പക്ഷേ നന്നായിട്ട് വചനം കൊടുക്കുന്ന നല്ല അഭിഷേകങ്ങൾ കൊച്ചാണ്. അപ്പോൾ അവൻ അവിടെ പഠിക്കുന്നുണ്ട്, അവനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, നീ വരണം, എന്നെ സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ വന്നു. അപ്പോൾ ഞാനും ഇവനും കൂടെയാണ് ഈ കൊച്ചിനോട് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഈ പിന്നീട് ശക്തി കുഞ്ഞിനെ വിട്ടുപോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈശോ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന് പറയാം, നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, മാതാവിനെ എങ്ങനെ? നീ മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. പ്രിസിലോഷ്, അവർക്ക് മലയാളം പോയിട്ട് ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഒരു പ്രത്യേക, കാരണം അവർ സ്വീഡിഷ് ആൾക്കാരാണ്. പിന്നെ അറിയാവുന്നവർക്ക് അറബി ഭാഷ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷ, സിറിയൻ ഭാഷ, അറമയ്ക്കൊക്കെ അറിയാം. പക്ഷേ ഒരിക്കലും മലയാളം ആർക്ക് അവിടെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിങ്ങനെ ഇത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ ഇതങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ ഈ കൊച്ച് അറിയുന്നില്ല, ഒറ്റ ഇളക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ അങ്ങോട്ട് തല കിടന്ന്, ഇങ്ങോട്ട് ഇവിടെ തല ഇങ്ങനെ കിടന്ന് കൊച്ച് ഒറ്റ കറങ്ങിയിട്ട് നേരെ. ഇപ്പം ഞാനും ഈ ജിഞ്ചു എന്ന് പറഞ്ഞ കുഞ്ഞു നിൽക്കുക, ഇവൻ നിൽക്കുക. പിന്നെ ഞങ്ങളുടെ നടുക്ക് മാതാവ് അവിടെ ജീവനോടെ വന്നു. പ്രസലോഷ്, ഈ സ്പിരിറ്റിന് ഇത് കാണാൻ പറ്റിയിട്ട് ഇത് അലറിക്കൊണ്ട് കൊച്ച്, ഈ സ്പിരിറ്റ് ഇളകി മറിയുക. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാള ഭാഷയിലാണ്. പക്ഷേ ഈ മലയാള ഭാഷ പറയുമ്പോൾ മാതാവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ കുട്ടി, ഈ ആൾക്ക്, ഈ പൈശാചിക ബന്ധനമുള്ള ആൾക്ക് അറിയത്തില്ല, അങ്ങനെ സംഭവം അറിയത്തില്ല. കാരണം ആൾക്ക് ആ ഭാഷ ഒന്നും അറിയത്തില്ല. ഇത് ഭയങ്കര ഒരു ഭാഗത്തോട്ട് നോക്കിക്കൊണ്ട് പേടിച്ച് വിറയ്ക്കുക. ഒറ്റ പ്രാവശ്യം നന്മ നിറഞ്ഞവരും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, 2-3 പ്രാവശ്യം നന്മ നിറഞ്ഞപ്പോൾ ഈ സ്പിരിറ്റ്, ഞാൻ വേറൊന്നും, പിന്നെ ഞാൻ ഒരൊറ്റ ആഴ്ച ഇംഗ്ലീഷിലും പ്രാർത്ഥിച്ചില്ല, മലയാളത്തിൽ ഞാനിങ്ങനെ നന്മ നിറഞ്ഞു ആവർത്തിച്ചു. ഞാൻ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവും ജിഞ്ചു കരയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ മുട്ടുമേ വീണു. കാരണം വെച്ചാൽ മാതാവ് അവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിൽ വ്യക്തമുണ്ട്. ഈ കൊച്ച് കാണിക്കുന്നത് ഈ പൈശാചിക ബന്ധനമുള്ള കുട്ടി, ഈ ആൾ കാണിച്ചുകൊണ്ടിരിക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞില്ല, ഈ സ്പിരിറ്റ് അലറിക്കൊണ്ട് ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടുപോയി. അതേ മക്കളെ, വിളിക്കുമ്പോൾ വരുവേ, പക്ഷേ കർത്താവിനോട് യേശുവായിരിക്കണം നിന്റെ ദൈവം. യേശു അല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത്, വേറെ ഒന്നിനെ കീഴിപ്പോകരുത്, വേറെ ആരും കീഴിപ്പോകരുത്. You should be under the dominion of our Lord Jesus Christ. Then things will be fine. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കരയുക, ഈ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന്, കർത്താവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയ ഓരോ സെക്കൻഡോടുത്ത് മാപ്പ് പറയും. ബൈബിൾ പറഞ്ഞല്ലേ, നിങ്ങൾ വിശുദ്ധി പാലിക്കുക. അതാണ് സംഖ്യാപുസ്തകത്തിൽ, ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതാണ്, എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്നാൽ കർത്താവായി ഞാൻ പരിശുദ്ധന്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റ് ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. വേർതിരിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം. പഴയ നിയമ ഇസ്രായേൽ പുതിയ നിയമത്തിൽ വേർതിരിക്കപ്പെട്ട ആൾക്കാർ നമ്മൾ. കർത്താവിൻ്റെ ദൈവം, അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. ആ കർത്താവിനോട് വിശ്വസ്ത കാണിക്കുക. ആദിമ സഭയിലൊക്കെ അനേകം പേര് രക്തസാക്ഷികളായി അവർ ഒറ്റക്കാരാണ്. അവരെ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം ഈശോ മിശിഹായ, ഉദ്ധിതനായ ഈശോ മിശിഹായ, ഞങ്ങൾ വേറെ ഒന്നിനും കീഴിപ്പോകില്ല, ആരും ഞങ്ങൾ ആരെ പേടിക്കുന്നുമില്ല. നിങ്ങൾ നേരെ അപമാനിച്ചാലും നിന്ദിച്ചാലും പരിഹസിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. സർവ്വത്തിൽ പറയാം ഹല്ലേലൂയാ. തകർച്ചകളും ദുഃഖങ്ങളും വരുമ്പോൾ നിങ്ങൾ ആരും മറ്റുള്ളവർ വിജാതിയിൽ ഇവരെ പരിഹസിക്കും. അതായത് ബാബിലോൺ അടിമത്തത്തിൽ കഴിയുമ്പോൾ ഇസ്രായേൽ ജനം ബാബിലോണിൻ്റെ നദീതീരത്ത് ഇരുന്നുകൊണ്ട് കിന്നരം വായിച്ചുകൊണ്ട് ജെറുസലേമിനെ ഓർത്ത് കരയുമ്പോൾ ഈ അവിടെയുള്ള ബാബിലോൺ വാസികൾ വന്നിട്ട് ഇസ്രായേൽക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്, ഇത് നിങ്ങളുടെ ദൈവം അവിടെ ഒരു ദൈവമൊക്കെ ഉണ്ടായിരുന്നല്ലോ, മോശ അത്ഭുതമൊക്കെ പ്രവർത്തിച്ചില്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, മന്നാ പെയ്തില്ലേ, ചെങ്കടൽ കടത്തിയില്ലേ, അങ്ങനെ ആ ദൈവം എവിടെ? ഇപ്പം ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചിട്ടും ആ ദൈവം എവിടെ പോയി? പരിഹസിക്കും. അപ്പോൾ പ്രവാചകൻ പറയും, അവരോട് പറയും, ഇത് ദൈവം ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന സമയമാണ്. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ ദൈവം പൂർവാധികം ശക്തിയോടെ അവൻ വരും. പ്രൈസ് ദി ലോർഡ്. അവൻ ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗഭാഗ്യം ഞങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങൾ വഴിതെറ്റിപ്പോയി, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ സാഹചര്യങ്ങൾ നിർബന്ധങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ തെറ്റുകൊണ്ട് ഞങ്ങൾ വഴിതെറ്റിപ്പോയി. അവിടെ നിന്ന് ഞങ്ങൾ തിരുത്തുന്ന സമയമാണ്. പക്ഷേ തിരുത്തുന്നതല്ലാതെ ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതായത് സങ്കീർത്തനത്തിൽ പറയുന്നൊരു വചനമുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.
സങ്കീർത്തനം 118-18 വചനം. കർത്താവിൻ്റെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. അടുത്ത വചനം തന്നെ പറയാണ്, അത് വലിയ വചനം. സങ്കീർത്തനം 118-22-23. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹം ആയിരിക്കുന്നു. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ഈ ദിവസം വലിയൊരു കൃപയുടെ ദിവസമായിട്ട് കർത്താവ് മാറ്റിയിരിക്കുക. ഒറ്റ ദൈവം, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു വചനം. ഈ ലോകത്ത് എവിടെയായാലും നീ ദൈവജനമായി മാറണം. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നത്, തിരുസഭയുടെ കൽപ്പന അനുസരിക്കുക. തിരുസഭയിലൂടെ ഉള്ള വചനം അത് മുഴുവൻ കേട്ട് അതിൻ്റെ കീഴിൽ നിൽക്കുന്നവരായിരിക്കണം. വേറൊന്നിനും കീഴിൽ പോകരുത്. പോയാൽ പാമ്പ് കൊത്തും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാണ്. അപ്പോഴാണ് സാത്താൻ്റെ ഉപദ്രവം കേൾക്കുന്നത്. മോശയ്ക്കും ദൈവത്തിൻ്റെ മോശയ്ക്കുമെതിരെ ഇസ്രായേൽ തിരിയുന്നുണ്ട്, കൽപ്പനകൾ ലംഘിക്കുന്നുണ്ട്, അവർ ദൈവകൽപ്പനകൾ നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവർ തകർച്ച. സ്ഥലമടുത്ത് പറയാം ഹല്ലേലൂയ. സാമൂൽ പ്രവാചകനെ പുറത്താക്കിയിട്ട് ഇവർ സാവൂളിനെ രാജാവാക്കി. പക്ഷേ സാവൂൾ കുറച്ചപ്പോൾ പ്രശ്നക്കാരനായി. അവൻ്റെ തിന്മ കൊണ്ട് തന്നെ തകർന്നു. ഇസ്രായേൽ ജനത്തിൽ പരിപുറപ്പായി. പഴയ കൂട്ടായ്മയൊക്കെ പോയി, പഴയ സന്തോഷം പോയി, ഐക്യം പോയി. പിന്നെ ദാവീദ് വന്നിട്ട് സത്യത്തിൽ ശരിയായില്ല. കുറേയൊക്കെ ശരിയായെങ്കിലും അങ്ങ് പോരാ. കാരണം ദാവീദിലും പ്രശ്നം വന്നോടെ അത് മുഴുവൻ ബാധിക്കുന്നുണ്ട്. അതിനുശേഷം സോളമൻ വന്നു. ആദ്യകാലമൊക്കെ നന്നായിട്ടങ്ങ് പോയി. പക്ഷേ അവസാനം വീണ്ടും പ്രശ്നമായി. സോളമൻ്റെ മക്കൾ വരുന്നു. ഇസ്രായേൽ സോളമൻ്റെ കാലം കഴിയുമ്പോൾ തന്നെ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിച്ചു. കാരണം വെച്ചാൽ ഇവരെപ്പോൾ ദൈവത്തിൻ്റെ കീഴിൽ നിന്ന് മാറി മനുഷ്യനെ ആശ്രയിക്കാൻ, ലോകത്തെ ആയുധങ്ങളെ ആശ്രയിക്കാൻ, കുതിരകളെ ആശ്രയിക്കാൻ, രഥങ്ങളെ ആശ്രയിക്കാൻ, വസ്തുവകളെ ആശ്രയിക്കാൻ, മറ്റ് വ്യക്തികളെ, രാഷ്ട്രീയ അധികാരികളെ സംരക്ഷണം തേടി പോകുമ്പോൾ അവർ പലരെയും സംരക്ഷണം തേടി. അപ്പോഴൊക്കെയാണ് വിജാതീയ ദേവന്മാർ ദേവതകളുടെ പിന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി പോകാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോഴാണ് ഇവർക്ക് നാശം, തകർച്ചയുണ്ടായത്. ആ ദൈവത്തിൻ്റെ പാളയത്തിന്, കർത്താവിൻ്റെ പാളയത്തിന് വെളിയിലിറങ്ങിയ സമയം. ആ സമയത്താണ് ഇവർക്ക് അപകടമുണ്ടായത്. സത്യദൈവത്തോടുള്ള വിശ്വസ്തത പോയപ്പോഴാണ് ഇവരുടെ മേൽ സാത്താൻ്റെ പീഡ കയറി വന്ന് ദുഷ്ടാരൂപയുടെ ആക്രമണം കയറി. അതുകൊണ്ട് ഇത് പരിശുദ്ധമായി പഠിപ്പിച്ചത് ഒത്തിരി മക്കൾ പൈശാചിക ബന്ധനം കയറിപ്പിടിച്ചു. കാരണം അവർ വിശുദ്ധി പാലിക്കുന്നില്ല. അവർ കർത്താവിനോട് ചേർന്നിരിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്കിഷ്ടം ചിലപ്പം രാഷ്ട്രീയം, അല്ലെങ്കിൽ ലോകസുഖം, പേര്, പെരുമ, പ്രശസ്തി, പണം, വലിയ കൊട്ടാരം, വലിയ ബിസിനസ്. അതാണ് അവരുടെ ദൈവം. അതാണ് അവർ ദൈവം. അതുകൊണ്ട് വെറുതെ പേരിനൊരു ക്രിസ്ത്യാനി. അപ്പം അങ്ങനെ പേരിന് ക്രിസ്ത്യാനിയെ വന്നോ പഴയ നിയമത്തിലെ ഇസ്രായേൽ അങ്ങനെ ദൈവത്തെ പുറമേ വല്ല ആരാധനയും പ്രാർത്ഥന നടത്തിയവർ കുറച്ച് കഴിപ്പാണ്ട് അസീറിയക്കാരും ബാബിലോണുകാരും കൊണ്ട് പിടിച്ചു. ശത്രു കയറി പിടിച്ചു, പിശാച് കയറി പിടിച്ചിട്ട് പോയി അടിമത്തത്തിലേക്ക് പോയി. ഉറപ്പാണ് ഇന്ന് പല കുടുംബങ്ങളും ഈ ദേശത്തുമുണ്ട്. ഒത്തിരി കുടുംബങ്ങൾ അടിമത്തത്തിലാണ്. അടിമപ്പണി പ്രവാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വലിയ പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം പൊട്ടുന്നുണ്ട്. വിവാഹമോചനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ നിലവിളികൾ ഇവിടുന്ന് ഉയരുന്നുണ്ട്. മക്കളെ നഷ്ടപ്പെട്ട ദുരന്തങ്ങളുണ്ട്. മക്കൾ മതം മാറിപ്പോയതിൻ്റെ വേദനയുടെ നിലവിളി ഉയരുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട്. സമ്പത്തെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പോൾ ബിസിനസ് മുഴുവൻ തകർന്ന് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാതെ വലിയ വിഷമത്തിൽ. കാരണം ഒന്നുമുള്ളൂ മക്കളെ, ആരും കുറ്റപ്പെടുത്തുകയല്ല, ആരും വിഷമിപ്പിക്കാൻ പറ്റില്ല. അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ മറ്റുള്ളവരുടെ പലരുടെയൊക്കെ സ്വാധീനം കൊണ്ടാകാം ഈ ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന്, കർത്താവിൻ്റെ കീഴിൽ നിന്നും ഞാനോ നിങ്ങളോ അകന്നു പോയിട്ടുണ്ട്. ആ ഒരു വിശുദ്ധി നമുക്ക് പേടിയാണ് ചില സമയത്ത്. അതില്ലെങ്കിൽ വിദ്യാഭ്യാസം അതെങ്ങനെയും ഒരു മകൾ പറഞ്ഞ പോലെ വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ ഒത്തിരി തകർന്നു. അവൾക്ക് 2-3 കുഞ്ഞുങ്ങളും രോഗവും പ്രശ്നം മുഴുവൻ വന്നപ്പോൾ മോളെ നിനക്ക് ഇവിടെ ഈശോ പറയുന്നുണ്ടല്ലോ എന്തോ ഒരു അശുദ്ധിയുടെ മേഖല. അശുദ്ധിയുടെ മേഖല. അതെ, ഞാനിവിടുന്ന് ജോലി മേടിച്ച് പോയത് ഇച്ചിരി വഴിതെറ്റി അച്ഛാ. എന്തായിരുന്നു, എനിക്ക് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്നോട് ഇച്ചിരി സഹകരിക്കാമെങ്കിൽ ഞാൻ നിനക്ക് ജോലി മേടിച്ചുതരാം. അങ്ങനെ ഞാൻ സഹകരിച്ചു തുടങ്ങി വെച്ചാ. അങ്ങനെ വിദേശത്ത് എനിക്ക് കിട്ടിയവനുണ്ട്, പക്ഷേ ഇവൻ്റെ അടുത്തും പോയില്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പോയി. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ പാവപ്പെട്ടവളായിട്ട് ഞാൻ ജീവിച്ചാൽ മതിയായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു പോയാൽ എനിക്കിതൊന്നിൻ്റെ ആവശ്യം. പക്ഷെ ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ജീവിതവും നശിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾക്കും തകർച്ച മുഴുവൻ. ഞാൻ പറഞ്ഞില്ല, സർപ്പദംശനം മുഴുവൻ കയറി കൊത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തെയും മോശയെയും തള്ളിക്കളഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനകളെയും തള്ളിക്കളഞ്ഞു. എന്നിട്ട് പാളയം മാറി അവർ പണത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സ്ഥാനമാനത്തിന് വേണ്ടി
കഴിഞ്ഞ നാളുകൾ ഒരു കുട്ടി പറയായിരുന്നു, ഒരുപാട് വഴിതെറ്റിയ വഴിയിലൂടെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി ഞാൻ ജോലിക്ക് പോയത് അച്ചു, ഇന്ന് മുഴുവൻ പ്രശ്നം എല്ലാം പറയും. അതാണ് ദൈവത്തിന് അവർ പേടി കയറി. ആരോ ഏതെങ്കിലും എങ്ങനെയാലും കാശുണ്ടോ, എങ്ങനെയാലും സ്ഥാനമാണ്, ദൈവമൊന്നും വേണ്ട, ദൈവമൊന്നും. അപ്പോൾ ഈ ചിലവുണ്ടോ അങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ പോകുമ്പോഴാണ് ആ തമ്പുരാനെ നഷ്ടപ്പെട്ടു. അവസാനം അതുമില്ല ഇതുമില്ല, അപ്പുറമില്ല ഇപ്പുറം ഒന്നുമില്ലാത്ത അവസ്ഥ. അതാണ് ഇന്ന് ഒരുപാട് ക്രിസ്ത്യാനികളുടെ ഇന്ന് തകർച്ചയുടെ കാരണം. ബന്ധനം കയറി പിടിച്ച മക്കളെ ശരിക്കുണ്ട്. യുവതികളും തകർന്നു പോകുന്നു. മാതാപിതാക്കളെല്ലാം കൊടുത്ത് വളർത്തുന്ന മക്കൾ ഇന്ന് പറഞ്ഞാൽ അനുസരിക്കുകയല്ല, അവരെ വഴിക്ക് പോകുന്നത്. ഇതൊക്കെ കാരണം എന്താ? ദൈവത്തിൻ്റെ കീഴിലല്ല അപ്പനെ നോക്കുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം പള്ളിയിലും പ്രാർത്ഥനയ്ക്കൊക്കെ പോകും. പക്ഷേ പള്ളിയിലും എല്ലാം പോകുന്നത് പണം പണം പണം. ആ വിഗ്രഹം അവിടെ എന്തെങ്കിലും കുറവൊന്നും കുഴപ്പം. അല്ലാതെ ഒരു ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പള്ളിയിൽ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടമില്ല. ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് പോയില്ല, സങ്കടമുണ്ടോ? സങ്കടമില്ല. കുമ്പസാരിച്ചില്ല, സങ്കടമുണ്ടോ? സങ്കടമില്ല നിങ്ങൾക്ക്. സന്ധ്യാപ്രാർത്ഥന കുഞ്ഞ് നടത്തിയില്ല, സങ്കടമില്ല നിങ്ങൾക്ക്. അല്ലെ എൻട്രൻസിന് പോയില്ലെങ്കിൽ പ്രശ്നം. എങ്കിൽ എൻട്രൻസിന് മാർക്ക് പറഞ്ഞാൽ നിങ്ങളുടെ സംഖ്യ പ്രശ്നം. നിങ്ങൾ വലിയ വഴക്കുണ്ടാക്കും, നിങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും നിങ്ങൾ. പക്ഷെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ടോ? അതല്ല. അവന് രക്ഷപ്പെടാൻ ദൈവമല്ല വേണ്ടത് ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു. അതാണ് ഇസ്രായേൽ ജനത്തിനും പറ്റിയത്. രക്ഷപ്പെടാൻ ഇനി മോശയും വേണ്ട, സാമൂൽ പ്രവാചകനും വേണ്ട. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ അറിയാം. ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സാമൂൽ പ്രവാചകൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെ നിങ്ങൾ നോക്കുക. ആ ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരുന്നുണ്ട്. അതാണ് അപകടം തുടങ്ങി. സഖ്യം ചേരാൻ തുടങ്ങി. റോമാക്കാരുടെ പാരമ്പര്യങ്ങൾ കൊണ്ട്, ഗ്രീക്ക് പാരമ്പര്യം, യവന പാരമ്പര്യങ്ങൾ എടുക്കുന്നു. പല സംസ്കാരങ്ങൾ കയറിപ്പിടിക്കുന്നു. അവനൊരു സംസ്കാരം, മോശയിലൂടെ കൊടുത്തൊരു സംസ്കാരമുണ്ട്. വിശുദ്ധിയുടെ സംസ്കാരം, കൃപയുടെ സംസ്കാരം, പ്രാർത്ഥനയുടെ സംസ്കാരം, സ്നേഹത്തിൻ്റെ സംസ്കാരം, അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന സംസ്കാരം, അപ്പനെ അമ്മയും അനുസരിക്കുന്ന സംസ്കാരം, പ്രാർത്ഥനയുടെ സംസ്കാരം, വിശുദ്ധിയുടെ സംസ്കാരം, ആരെയും നശിപ്പിക്കാത്തൊരു സംസ്കാരം, കട്ടെടുക്കാത്ത സംസ്കാരം, സാബത്ത് ദിവസം വിശുദ്ധമായി സൂക്ഷിക്കുന്ന സംസ്കാരം, കർത്താവിൻ്റെ നാമത്തെ വൃഥ ഉപയോഗിക്കാത്തൊരു ജീവിത രീതി, അതിൽ നിന്ന് മാറിയിട്ട് അവനെ നോക്കി ജീവിക്കാൻ പോയതിൻ്റെ പരിണിത ഫലമാണ്. കഴിഞ്ഞ ഞാൻ സ്വീഡനിൽ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് അച്ഛാ ഒരു വാർത്ത കണ്ടിട്ടു. അതായത് ലോകരാജ്യം എനിക്കൊന്ന് UN നടത്തിയ ഒരു സർവേയിൽ പറയുകയാണ്, ലോകത്തിൽ ഏറ്റവും സമാധാനമുള്ള രാജ്യങ്ങളെക്കുറിച്ച് നമ്മുടെ നോർവേ ആണെന്ന്. ഞാൻ 5 വർഷമായിട്ട് 6 വർഷമായിട്ട് സ്ഥിരമായിട്ട് അവിടെ പോയിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സമാധാനമുള്ള രാജ്യം. അതിനകത്ത് ആദ്യത്തെ 10 രാജ്യങ്ങൾ പറയുന്നതിൽ ഒരെണ്ണം സ്വീഡൻ. ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. ഭർത്താവിൻ്റെ കൃപ കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ഇവാഞ്ചലിസ്റ്റ് ശുശ്രൂഷ. അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഒരു ചിരി. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇന്ത്യയിലാണെങ്കിൽ സമാധാനത്തിൽ അവർ പറയുന്നത് 122ാമത് വരുന്നത് ഇന്ത്യയിലാണ്. അത്ര അസ്വസ്ഥതയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴവിടെ വായിച്ച് ഞാൻ കേട്ട ചിരിയോട്. അപ്പോൾ എൻ്റെ കൂടെ മലയാളികളായ ചില നോർവേക്കാരുണ്ടായിരുന്നു. അവരും കേട്ടു ഒറ്റ ചിരി. അവർ പറഞ്ഞു ഇതെന്തൊരു കാരണം വെച്ചാൽ നോർവേയിൽ മൊത്തം സമാധാനം. അതിന് കാരണം അറിയോ? ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിലൊരു 85-95% ആളുകൾക്ക് കുടുംബജീവിതം ഇല്ല. അപ്പനുണ്ടല്ലേ വഴക്കുണ്ടാവുള്ളൂ. അമ്മയില്ല, അപ്പനില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, ഒരു പ്രത്യേക ജീവിതമാണ്. അപ്പോൾ ശവം നമ്മൾ കാണുന്ന പോലെ സെമിത്തേരിയിൽ വഴക്കില്ലല്ലോ. സെമിത്തേരി നല്ല സമാധാനമാണ്. പ്രിസലോഷ് എന്ന് പറയുന്നു. അവിടെ ചെന്നിട്ട് രസം. എനിക്ക് ചിരി വന്നു കേട്ടപ്പോൾ. കാരണം ഞാൻ 6 വർഷമായിട്ട് അവിടെ പോകുന്നു. ശരി നോക്കുമ്പോൾ പുറമെ നോക്കുമ്പോൾ വളരെ ഡിസിപ്ലിൻ. കാരണം ഇൻഡിവിജ്വലിസം എന്നത് അതിൻ്റെ 100 ഡിഗ്രി നിൽക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എല്ലാം. അവിടെ പരസ്പര ബന്ധം എന്നതൊരു സംഭവമില്ല. അവിടെ കുടുംബം എന്നുള്ളത് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ചുരുക്കം ആൾക്കാർക്കുള്ള ഭാര്യയും ഭർത്താവും. പ്രിസലോഷ് 1000 പേര് വരികയാണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ ഒരു 25 വീട്ടുകാരാണ്. ബാക്കിയല്ല ഒരു പറയാൻ കൊള്ളു. ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. പ്രിസലോഷ് പലതും അറിയാതിരിക്കുന്നത് നല്ലത്. സർവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അതാണ് ഇവിടെ ഭയങ്കര പഴക്കം. 122 ഭയങ്കര സമാധാനം ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പം എനിക്ക് ചിരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമാധാനം ഇല്ലാത്തതിന് കാരണം എന്താ? ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുള്ളതുകൊണ്ടാണ്. പ്രസിലോഷ് ഇവിടെ ബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. ഇവിടെ ആളുകളെ പരിചയമുള്ളതുകൊണ്ടാണ് ഈ വഴക്ക്. അത് ബന്ധമുള്ളതുകൊണ്ടാണ്. പ്രസിലോഷ് അത് സമാധാനം. ഇത് ആവശ്യമാണിത്. പ്രസിലോഷ് ഇതാവശ്യമാണിത്. പ്രസിലോഷ് ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് വഴക്കും പ്രശ്നവും. അത് ബന്ധങ്ങളില്ലെങ്കിൽ അതുപോലെ ഇരുന്നേനെ. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ തോന്നും അങ്ങോട്ട് പോയേക്കാന്ന്. പ്രിസലോഷ് ഞാൻ പറയാൻ പാടില്ല, പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയാം. ആ വഴിക്ക് പോയേക്കരുത്. പ്രിസലോഷ് സർവത്തിൽ പറഞ്ഞ യേശുവേ നന്ദി,
എനിക്കറിയാവുന്ന ഒരു സ്നേഹിതർ, അവർ വലിയ ജോലി ചെയ്യുന്നവരാണ്, നല്ല ശമ്പളമുള്ളവരാണ്, ഭയങ്കര സാലറി ഉള്ളവരാണ്. പറയാൻ രണ്ടുപേർക്കും ഹസ്ബൻഡ് വൈഫിനും കൂടെ ഏകദേശം പറഞ്ഞാലൊരു 15 ലക്ഷം രൂപയെങ്കിലും മാസം വരുമാനം വരുന്നു. പക്ഷെ അവരോട് ജോലി റിസൈൻ ചെയ്ത് പോരുക. അവർ പറഞ്ഞു ഞങ്ങൾ നാട്ടിലോട്ട് പോരുക, ഇവിടെ ബോംബെക്ക് എടുത്തുകൊണ്ട് ഞങ്ങൾ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ പരിപാടിയാണ്? എന്തെങ്കിലും ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഇടുക വെച്ചാൽ. അതിൻ്റെ മക്കളെ എങ്ങനെ? അതെ, ഇവിടെ നിന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും. ഈ കുഞ്ഞുങ്ങൾ നാളെ ഈ സംസ്കാരം കണ്ട് വളർന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് ചെയ്യുക അർത്ഥമൊന്നുമില്ല. ഇവന് ദൈവത്തെ കൊടുക്കും, ഇവനെ ഞങ്ങൾക്ക് പണമല്ല കൊടുക്കണം, ഇവന് ഈശോയെ കൊടുക്കണം, ഇവൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ വിടണം. ഇവരുടെ ഭാര്യയും ഭർത്താവ് അവൾ കൊറിയക്കരുത്, സൗത്ത് കൊറിയ കരുതിയ. ഇവനാണെങ്കിലും സ്വീഡനിലും ഇന്ത്യക്കാരാണ്, പക്ഷെ അവൻ സ്വീഡനിലാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അവൻ പറയുക അച്ഛാ ഞങ്ങളുടെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോയ്ക്ക് കൊടുക്കണം, അവൻ ഈശോയെ തള്ളി പറയരുത്, ഈശോയെ നഷ്ടപ്പെടും. അതെനിക്ക് സന്തോഷമാണ്. ഏത് രാജ്യത്ത് പോയാലും ദൈവത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കൾ. ചില കുടുംബങ്ങളുണ്ട് ദൈവത്തെ ഉപേക്ഷിക്കാത്ത മക്കളുണ്ട്. ആ കുടുംബങ്ങളിൽ സമാധാനമുണ്ട്, ആ കുടുംബങ്ങളിൽ സന്തോഷമുണ്ട്, ആ കുടുംബങ്ങളിൽ വഴക്കുള്ളതുപോലെ തന്നെ സ്നേഹവുമുണ്ട്, നല്ല കൂട്ടായ്മയുണ്ട്. എന്ത് വഴക്കുണ്ടാക്കിയാലും അവർ ദൈവത്തെ മറക്കില്ല. ഇവിടെയുള്ള ക്രൈസ്തവ ജനത ഓർക്കണം, നമുക്കൊരു നല്ല പാരമ്പര്യമുണ്ട്, പക്ഷെ അത് കളഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ പല ദൈവങ്ങളുടെ പിന്നാലെ പോവുക, പല ദൈവങ്ങളുടെ പല വിശ്വാസം ഉണ്ട്. വീട് പ്രിയപ്പെട്ട മക്കൾ അവിടുത്തെ വീണ്ടും വചനത്തേക്ക് വരിക. ഒറ്റ ദൈവം, ഒരു വിശ്വാസം, ഒരു കർത്താവ്, അതിൻ്റെ കീഴിലേക്ക് വരണം. അങ്ങനെ കൃപയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുക. ഈശോയുടെ വചനം 10 കൽപ്പനകൾ നിങ്ങൾ വലിയൊരു ഒരു ബോർഡാക്കി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വലിയ രൂപമായിട്ട് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ വെക്കുക. മക്കളെ പഠിപ്പിക്കുക. നിങ്ങളൊന്നും ഈശോയെ പുറത്താക്കരുത്. ഈശോ നിങ്ങളൊന്നും ആരെ കണ്ട് പേടിക്കേണ്ട. ശത്രുക്കൾ തിന്മ ചെയ്യുന്നവർ വളർന്ന് നിങ്ങൾ കാണുമ്പോൾ അവൻ നോക്കി അച്ഛാ പാപം ചെയ്യുന്നു, അവനത് ചെയ്യുന്നു, ആ കച്ചവടം ഈ കച്ചവടം അതെല്ലാം നടത്തിയിട്ട് അവന് ഒരു കുഴപ്പമില്ല, പള്ളിയിൽ പോകുന്നു. നിങ്ങൾ നനങ്ങാണ്ടിരിക്കുക. സർവ്വ ഹല്ലേലൂയ. അടി വരുന്നതേ ഉള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ്. അടി വരുന്നുള്ളൂ, അപകടങ്ങളും. അത് സമയമുണ്ട്. ഇപ്പോൾ അത് നമ്മളെ അങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടി സാത്താനുണ്ടല്ലോ, നമ്മളെ ഈശോയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ദുഷ്ടൻ വളരുന്നത് കാണിച്ചു തരും. അപ്പം നമ്മൾ നോക്കും ദുഷ്ടൻ്റെ വഴിയിലൂടെ പോയാലും നമ്മളും വളരുള്ളൂ. അപ്പം ശരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാത്താൻ്റെ ഒരു ബുദ്ധിയാണ്. ഇച്ചിരി കഴിയുമ്പോൾ നോക്കിയോ അത് അവിടെ തകർന്നത് കാണാൻ പറ്റും, തരിപ്പണമാകുന്നത് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാകണം. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം. എല്ലാ ബന്ധനങ്ങളും അടിക്കണം കർത്താവ്. കർത്താവ് ദേശത്തെ മുഴുവൻ അങ്ങയുടെ കരുണ കടലിൽ കാഴ്ചവെക്കുന്നു. ദിവ്യകാരണീശോയെ ഈ കൂട്ടായ്മയുടെ മുഴുവൻ മക്കളോട്, ഇവിടെ കുടുംബങ്ങളോട്, ഈ ദേശത്തോട് കരുണയായിരിക്കണം. പൈശാചിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ, രോഗപീഠകൾ, സാമ്പത്തിക തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ ബന്ധനങ്ങൾ, അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ,
തകർന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മ ഈശോയെ എന്നോട് കരുണയ്ക്കാണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കണമേ. നാനാജാതി മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിച്ചവരെ രക്ഷിക്കണം കേട്ടോ. രണ്ട് കരം ഉയർത്തി ഈ കുമാരന്റെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ വിളിക്കട്ടെ.